ഹായ് ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സേമിയ ഉപ്മാവിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണ് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഉപ്പുമാവിന് ആവശ്യമായിട്ടുള്ള സേമിയ ഒന്ന് വറുത്തെടുക്കണം. ഇതിപ്പോൾ റോസ്റ്റഡ് സേമിയാണ് നിങ്ങളുടെ അടുത്ത് ഉള്ളതെങ്കിൽ വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ അതല്ലാത്തത് കൊണ്ടാണ് ഞാൻ വറുത്തെടുക്കുന്നത്. ഇതിലേക്ക് നിങ്ങൾക്ക് ഓയിലോ നെയ്യോ എന്ത് വേണമെങ്കിലും ചേർത്തിട്ട് വറുത്തെടുക്കാവുന്നതാണ്. ഞാൻ ഇവിടെ ഇപ്പോൾ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ടത് ഒന്ന് കുറച്ച് കളറ് മാറുന്ന വരെ ഒന്ന് വറുത്തെടുക്കണം. ഒരു 5 മിനിറ്റ് വറുത്തെടുക്കുക. നല്ലോണം കളർ മാറിയിട്ട് കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഏകദേശം ആയി വരുന്നുണ്ട്. ഇപ്പം ഞാൻ തീ ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഉപ്പുമാവിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വറുത്തെടുക്കണം. വറുത്തെടുക്കുകയല്ല, വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂണ് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഉഴുന്നും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണ് ഉഴുന്ന് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് കറിവേപ്പിലയാണ് വേണ്ടത്. കറിവേപ്പിലല്ല, വറ്റൽ മുളകാണ് വേണ്ടത്. അത് ഒരെണ്ണമാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ ചെറിയ കഷ്ണമാക്കി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് കറിവേപ്പിലയാണ്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്കിതിലേക്ക് ക്യാരറ്റും അതുപോലെ നിങ്ങൾക്ക് ഏതൊക്കെ പച്ചക്കറികളാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എൻ്റെ കയ്യിൽ ഇപ്പോൾ ക്യാരറ്റ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ക്യാരറ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ക്യാരറ്റിൻ്റെ പകുതിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു സവാളയാണ് വേണ്ടത്. ഒരു സവാളയുടെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതും ചെറിയ കഷ്ണമാക്കിയിട്ട് അരിഞ്ഞു കൊടുത്തിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ വേണ്ടത് ചെറിയ ഇഞ്ചിയുടെ കഷ്ണമാണ് വേണ്ടത്. അതും ഞാൻ അരിഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാതും കൂടിയിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. അത് ഞാനിവിടെ കാണിക്കാൻ വിട്ടുപോയതാണ്. ഇനി ഇതിലേക്ക് ഒരു 1.25 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. 1 കപ്പ് സേമിയത്തിന് ഒരു 1.25 കപ്പ് വെള്ളമാണ് കറക്റ്റ് അളവ്. അപ്പോൾ അതും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് തിളച്ച് വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഞാൻ നേരത്തെ ഇട്ടപ്പോൾ ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം.
ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള സേമിയ ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കുക. പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ കട്ട പിടിക്കാനായിട്ട് സാധ്യത ഉണ്ട്. അപ്പോൾ നമുക്കത് അടച്ച് വെച്ചിട്ടൊന്ന് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ ഉപ്മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനൊന്ന് തണുക്കാനായിട്ടൊന്ന് വെക്കണം. അപ്പോൾ നമ്മുടെ ഉപ്മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് അപ്പോൾ നമുക്ക് വീണ്ടും കാണാം.